സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കേരളത്തിലെ തൊഴിലാളികളുടെ ഭാവിയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട ഒരു സുപ്രധാന വിഷയത്തെക്കുറിച്ചാണ്. അതാണ് കേരള സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് വി ഗോപാൽ ഗൗഡ കമ്മിറ്റി റിപ്പോർട്ട്. 2019-2020 കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നിലവിലുണ്ടായിരുന്ന 29 തൊഴിൽ നിയമങ്ങളെ ഏകീകരിച്ച് 4 തൊഴിൽ കോഡുകളാക്കി. തൊഴിൽ നിയമങ്ങൾ ലളിതമാക്കുക, നിക്ഷേപം വർദ്ധിപ്പിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. എന്നാൽ തൊഴിലാളി സംഘടനകളും ട്രേഡ് യൂണിയനുകളും തൊഴിൽ നിയമ വിദഗ്ധരും ചില ആശങ്കകൾ ഉയർത്തി. തൊഴിലാളികളുടെ നിയമപരമായ സംരക്ഷണം കുറയുമോ? കരാർ തൊഴിൽ വർദ്ധിക്കുമോ? സ്ഥിരം തൊഴിൽ ദുർബലമാകുമോ? ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ നിയന്ത്രിക്കപ്പെടുമോ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അവർ മുന്നോട്ട് വച്ചത്. ഈ സാഹചര്യത്തിലാണ് കേരള സർക്കാർ മുൻ സുപ്രീം കോടതി ജസ്റ്റിസായ ജസ്റ്റിസ് വി ഗോപാൽ ഗൗഡയുടെ അധ്യക്ഷതയിൽ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. 4 തൊഴിൽ കോഡുകൾ കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ പഠിക്കുകയും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സംസ്ഥാനത്തിന് സ്വീകരിക്കാവുന്ന നിയമ നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നതായിരുന്നു കമ്മിറ്റിയുടെ പ്രധാന ചുമതല. കമ്മിറ്റി പറയുന്നത് വളരെ വ്യക്തമാണ്. സാമ്പത്തിക വികസനവും തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവും പരസ്പരം വിരുദ്ധങ്ങളായ കാര്യങ്ങളല്ല. വികസനം ഉണ്ടാകണം, പക്ഷേ അത് തൊഴിലാളികളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാവരുത്. കമ്മിറ്റി 4 തൊഴിൽ കോഡുകളും വിശദമായി പരിശോധിച്ചു. കോഡ് ഓൺ വേജസ് സംബന്ധിച്ച് കേരളം പോലുള്ള ഉയർന്ന ജീവിത ചെലവുള്ള സംസ്ഥാനങ്ങൾക്ക് സ്വന്തം മിനിമം വേതന നിരക്ക് നിശ്ചയിക്കാനുള്ള അധികാരം നിലനിർത്തണമെന്ന് റിപ്പോർട്ട് പറയുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ജോലിക്ക് ഒരേ വേതനം ഉറപ്പാക്കണമെന്നും വേതനം വൈകാതെ ലഭിക്കുന്നതിന് ശക്തമായ നിയമ സംവിധാനം വേണമെന്നും നിർദ്ദേശിക്കുന്നു. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് സംബന്ധിച്ച് കമ്മിറ്റിക്ക് കൂടുതൽ ആശങ്കകളുണ്ട്. കരാർ തൊഴിൽ വർദ്ധിക്കുന്നത് സ്ഥിരം തൊഴിൽ കുറയുമെന്നും തൊഴിലാളികളുടെ ജോലി സുരക്ഷയെ ബാധിക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്കും പണിമുടക്കിനുമുള്ള അവകാശങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണെന്നും അവ അനാവശ്യമായി നിയന്ത്രിക്കരുതെന്നും കമ്മിറ്റി അഭിപ്രായപ്പെടുന്നു. സോഷ്യൽ സെക്യൂരിറ്റി കോഡ് പരിശോധിക്കുമ്പോൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും ജിഗ് തൊഴിലാളികൾക്കും കൂടുതൽ ശക്തമായ സാമൂഹ്യ സുരക്ഷ ആവശ്യമാണെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നു. രജിസ്ട്രേഷൻ മാത്രം മതിയാകില്ല. പെൻഷൻ, ആരോഗ്യ സംരക്ഷണം, അപകട ഇൻഷുറൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ യഥാർത്ഥത്തിൽ ലഭ്യമാക്കണം. ഒക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് സംബന്ധിച്ച് തൊഴിലിടങ്ങളിലെ സുരക്ഷ, ആരോഗ്യ സംരക്ഷണം, 8 മണിക്കൂർ ജോലി എന്ന തത്വം, സ്ത്രീകളുടെ സുരക്ഷ, കുടിയേറ്റ തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത റിപ്പോർട്ട് ഊന്നിപ്പറയുന്നു. റിപ്പോർട്ടിൻ്റെ മറ്റൊരു പ്രധാന കണ്ടെത്തൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ടാണ്. തൊഴിൽ എന്ന വിഷയം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമം നിർമ്മിക്കാവുന്ന കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ കേരളത്തിന് തൊഴിലാളികൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്ന നിയമങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് കമ്മിറ്റി വിശദീകരിക്കുന്നു. ഇതിനായി കമ്മിറ്റി ചില പ്രധാന നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു. തൊഴിൽ സ്ഥിരത ഉറപ്പാക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരിക, അസംഘടിത തൊഴിലാളികൾക്ക് പ്രത്യേക സംരക്ഷണം നൽകുക, സാമൂഹ്യ സുരക്ഷ ശക്തിപ്പെടുത്തുക, ജിഗ് തൊഴിലാളികൾക്കും കുടിയേറ്റ തൊഴിലാളികൾക്കും നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കുക, നിലവിലുള്ള ക്ഷേമനിധി ബോർഡുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന ശുപാർശകൾ. ഈ റിപ്പോർട്ടിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ഒറ്റവാചകത്തിൽ പറയാം: തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് യഥാർത്ഥ വികസനം. തൊഴിലാളികളുടെ അന്തസ്സ് സംരക്ഷിക്കപ്പെടണം, ന്യായമായ വേതനം ഉറപ്പാക്കണം, സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഒരുക്കണം, ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ മാനിക്കണം, അസംഘടിത, ജിഗ്, സ്ത്രീ, കുടിയേറ്റ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങൾക്കും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കണം. ഇതാണ് ജസ്റ്റിസ് വി ഗോപാൽ ഗൗഡ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാന സന്ദേശം.